സുരേഷ് യാദവ് ജയനഗർ സാറിനെ ഒരു പെർഫോമൻസിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആസ് എ റിക്വസ്റ്റ് ഫ്രം അവർ സ്റ്റുഡൻസ്. നല്ലൊരു പാട്ടുകാരനാണ് ഞാൻ പറഞ്ഞെങ്കിലേ, ഇഷ്ടംപോലെ അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. അപ്പൊ ഒരു പാട്ടിലേക്ക് എടുക്കാം. ഓക്കെ. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമ പാടി. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമ പാടി. വടക്കേലെ വീട്ടിൽ വലിവായി കിടക്കും വല്യപ്പനയുനേറ്റോടി. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമ പാടി. വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്ന് സരസൻ ട്രാക്കിട്ടു പാടി. വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്ന് സരസൻ ട്രാക്കിട്ടു പാടി. കലവറ കാക്കും വറപൊരിക്കാരൻ പുരളി അലറി വിളിച്ചു. സരസാ മകനെ സംഗതി പോരാ, ടെമ്പോ പോരാ. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമ പാടി. വടക്കേലെ വീട്ടിൽ വലിവായി കിടക്കും വല്യപ്പനയുനേറ്റോടി. എന്തോ ഒരു പല്ലൊമ്പലൊന്ന് കറാമ്പ് വെച്ച പിന്നെ കുറച്ചോ പാങ്ങുണ്ട്. ഇപ്പൊ നല്ല ചുരുക്കാനും കഴിയുന്നു മിണ്ടാനും കഴിയുന്നു. അതുകൊണ്ട് എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നില്ല. ഞാൻ മധു ഡോക്ടറെ അടുത്ത് കൂലിഞ്ഞാന്ന് പല്ലൊമ്പലം ചൊല്ലിട്ട്. അങ്ങനെ പോകുമ്പോ ആള് കുറെ പറ്റിയെടുത്തിട്ട് പല്ലിന്റെ ഉള്ളിലേക്ക് വെച്ച് അയാൾക്ക് ചൂടായി. ഞാൻ ചെല്ലും ഇന്ത്യ നിങ്ങൾ ചൂടാന്നത്, ഞാൻ പൈസ വന്നിട്ടല്ലേ വല്ലോമ്പലത്തിനൊന്ന്. അപ്പൊ പറഞ്ഞു ഇടണ്ട പറ്റിയല്ലേ നിങ്ങളെ പല്ലിന്റെ ഉള്ളിൽ പോയി, ഇനിയാണ് ഞാൻ പറ്റി ഉണ്ടാക്കണ്ടേ. അയാൾ ചൂടാക്കി തയ്ക്കാനല്ല വന്നില്ല മധു ഡോക്ടർ. നിങ്ങൾക്ക് പല്ലുമ്പലുണ്ടായിരിക്കെങ്കിലും ഉണ്ടാ ആയിരിക്കണ്ട്. ആ മിൽക്കി ബാറെല്ലാം കുറക്കണം കുറച്ചാതെ. അതല്ല കുറച്ചൊക്കെ പല്ലുമ്പലെല്ലാം പോകും. എപ്പോൾ ഇത് മിൽക്കി ബാറും ചോക്ലേറ്റ് എല്ലാം കിട്ടിയെങ്കിൽ പിന്നെ പല്ലുമ്പലുണ്ടാ. 32 പല്ലില്ലതാകെ. ഈ പല്ലെല്ലാം എംപിലോര് പോകുന്ന മാതിരി എതിർത്ത പല്ലെല്ലാം പോയെങ്കിൽ പിന്നെ 2 കഴിക്കുന്നങ്ങനെ എന്ത് തിന്നാൻ പറ്റില്ല അല്ലേ. അപ്പൊ DJ ഇഷ്ടമാണ് എല്ലാവർക്കും. അത് വേഗം വരുന്നു. ഓക്കെ. അപ്പൊ ഒരു DJ ഒരു കൈ അടിക്കണേ. ഓക്കെ. കുറച്ച് പാസ് കൊടുക്കും, കുറച്ച് പാസ് കൊടുക്കും. ഹലോ. സിനിമ വേദിയിൽ പോയാൽ നമ്മുടെ ജനാർദ്ദനൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. അയ്യോ തള്ളല്ലേ തള്ളല്ലേ, അവൾ അപ്പം വരയ്ക്കുമ്പോൾ പറയുന്ന ഉറമയില്ലടാ, അവളെ പെട്ടുപോലെ നോക്കക്കൊള്ളുമെന്ന് മറുത്തോടാതെ പുറത്ത കട്ടവനെ. പ്രേത ഇഷ്ടമാണ് എല്ലാവർക്കും. അതെയാണ്. ഒന്ന് എല്ലാവരും കണ്ണടിച്ചാൽ നോക്കാം. ആരും കണ്ണ് തുറക്കരുത്. കുറച്ച് എക്കോ ഡിലേ ബാസ് ഒക്കെ ചൂട്ട്. ഹലോ എക്കോ ഫുൾ എക്കോ. ഹലോ 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 ഹലോ. ഒന്ന് കണ്ണടിച്ചേ. ഒരാൾ നല്ല കണ്ണ് തുറന്നിട്ട് പോകുന്നത് നോക്കുന്നുണ്ട്. ഇവരുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംശയം. അടിച്ചാ അതാണ് കുറച്ചാളുണ്ട് ബാക്കി. അടക്ക്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇവിടെ വിവേക കോളേജ് യൂണിയന്റെ ഇനോഗ്രേഷൻ ആണ് ഇന്ന്.
അപ്പോ ഈ വേദിയിൽ ഒരു പ്രേതം സഞ്ചരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 4 മിനിറ്റോളം ഉണ്ടാവും അത്. ഓക്കെ, മധുവായി നിങ്ങൾ കണ്ണടക്കണം. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ പറയണം. കഴിഞ്ഞു. എങ്ങനെയായിരുന്നു? ഓക്കെ, താങ്ക് യു. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകൊണ്ട് എൻ്റെ ഈ 2 മിമിക്രി ഇവിടെ അവസാനിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.